കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷേക്കിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നേരെ തദ്ദേശീയരുടെ ആക്രമണം. ഹോസ്റ്റലുകളിൽ കയറിയ തദ്ദേശീയർ വിദേശ വിദ്യാർത്ഥികളെ ആക്രമിച്ചു. നിരവധി പേർക്ക് സാരമായി പരിക്കേറ്റു. വിദ്യാർത്ഥികൾ ഹോസ്റ്റലുകൾക്ക് പുറത്തിറങ്ങരുതെന്ന് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. മുഹമ്മദ് അസ്ലം നൽകും കൂടുതൽ വിവരങ്ങൾ. അസ്ലം, ഇത് എപ്പോഴായിരുന്നു സംഭവം? എന്താണ് ഈ ഒരു ആക്രമണത്തിന് പിന്നിലുള്ള കാര്യം? സ്നേഹ, ഇന്നലെ രാത്രി മുതലാണ് ഇത്രയും വലിയൊരു ആക്രമണത്തിലേക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികൾ അടക്കമുള്ള കിർഗിസ്ഥാനിലെ വിദേശ വിദ്യാർത്ഥികൾ എത്തിപ്പെട്ടത്. അതായത് കിർഗിസ്ഥാനിൽ നമുക്കറിയാം മെഡിക്കൽ പഠനത്തിന് വേണ്ടി നിരവധി വിദ്യാർത്ഥികൾ, മലയാളികൾ അടക്കമുള്ള നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവിടെ പോകുന്നുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിദേശ വിദ്യാർത്ഥികളുള്ള മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് പഠിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കിർഗിസ്ഥാൻ. ഇവിടെ കഴിഞ്ഞ ദിവസം 13-ാം തീയതി ഈജിപ്ഷ്യൻ വിദ്യാർത്ഥികളും കിർഗിസ്ഥാനിലെ തന്നെ തദ്ദേശീയരായ വിദ്യാർത്ഥികളും തമ്മിൽ ചെറിയൊരു സംഘർഷം ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോകളും മറ്റുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി വലിയൊരു വ്യാപക ആക്രമണത്തിലേക്ക് പോവുകയും ഇന്ത്യൻ വിദ്യാർത്ഥികളടക്കം വിദേശ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിലേക്കും മറ്റുമൊക്കെ തദ്ദേശീയർ കയറി വലിയ രീതിയിൽ വലിയ തോതിൽ ആക്രമണം നടത്തുന്നു. പലരെയും പിടിച്ചുകൊണ്ടുപോയി അടിക്കുന്നു. പാകിസ്ഥാനികളായ 3 പേർ കൊല്ലപ്പെട്ടതായി അവിടുത്തെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇന്ത്യൻ വിദ്യാർത്ഥികളും പലരെയും കാണാതായിട്ടില്ല. വലിയ തോതിൽ ആക്രമണം നടക്കുന്നു. അവിടുത്തെ തദ്ദേശീയരായ പോലീസുകാരെയും മറ്റുമൊക്കെ അവിടുത്തെ അധികൃതരെ സമീപിച്ചെങ്കിലും അവർ ഏതെങ്കിലും അർത്ഥത്തിൽ ഇടപെടൽ നടത്തുന്നില്ല എന്നാണ് മലയാളികൾ അടക്കമുള്ള അവിടുത്തെ വിദ്യാർത്ഥികളുടെ പരാതി. വലിയ ആശങ്കയിലും ഭീതിയിലുമാണുള്ളത്. കാരണം നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ എത്രത്തോളമാണ് ഭീകരമാണ് ആക്രമണം എന്നറിയാൻ പറ്റും. തദ്ദേശീയരായ ആൾക്കാർ എല്ലാ ഹോസ്റ്റലിലേക്കും വീടുകളിലേക്കും കയറുകയും അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കയറുകയും മാരകമായി ക്രൂരമായി തന്നെ ആക്രമിക്കുകയും ചെയ്യുകയാണ്. ഇന്ത്യൻ എംബസി അവിടെ ഈ വിവരങ്ങൾ അറിയിക്കുക അവർ ബന്ധപ്പെടുകയും ചെയ്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഇടപെടൽ നടത്തുക അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം നൽകുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. കാരണം തദ്ദേശീയരാണ് ആക്രമണത്തിന് പിന്നിൽ എന്നുകൊണ്ട് തന്നെ അവിടുത്തെ പോലീസ് ആ അർത്ഥത്തിൽ വലിയ തോതിൽ വിദേശ വിദ്യാർത്ഥികളൊപ്പം നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ നടപടികൾ നീതി നൽകില്ല, അവരെ സംരക്ഷിക്കുന്ന ആവശ്യ നടപടികളിലേക്ക് പോകുന്നില്ല എന്നുള്ള പരാതി ഉയർന്നിട്ടുണ്ട്. മറ്റു പാകിസ്ഥാൻ എംബസി, ഈജിപ്ഷ്യൻ എംബസിയുള്ള മറ്റുള്ളവരൊക്കെ തന്നെയും സമാനമായി തന്നെയാണ് ഇടപെടുന്നത്. എന്തായാലും അവർ മലയാളി വിദ്യാർത്ഥികളടക്കം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് സർക്കാർ വിദേശകാര്യ വകുപ്പ് വളരെ അടിയന്തരമായി ഇടപെടുകയും വലിയൊരു ആക്രമണത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താനുള്ള നടപടികളിലേക്ക് വേണം. അവിടുത്തെ ലോക്കൽ അധികൃതർ ഇടപെടുന്നൊരവസ്ഥയിലേക്ക് വരിക. അവിടുത്തെ ഈ കലാപം നടത്തുന്ന അല്ലെങ്കിൽ അക്രമം നടത്തുന്ന അവിടുത്തെ തദ്ദേശീയരായ ആൾക്കാരെ നിയന്ത്രിക്കാനുള്ള നടപടിയിലേക്ക് പോയില്ലെങ്കിൽ വലിയ നിരവധി ആൾക്കാർക്ക് പരിക്കേൽക്കുന്ന ഒരു പക്ഷേ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുമെന്നാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ നമ്മുടെ പലരും വിളിക്കുന്നവർ പറയുന്നത്. കണ്ണൂരും കോഴിക്കോടും മലപ്പുറത്തൊക്കെയുള്ള നിരവധി വിദ്യാർത്ഥികൾ അവിടെയുണ്ട്. 100-ലധികം മലയാളികളെങ്കിലും ആ സ്ഥലത്ത് കിർഗിസ്ഥാനിലെ തലസ്ഥാനമായ ബിഷേക്കിലുണ്ട് എന്നാണ് നമുക്ക് അവിടുന്ന് കുട്ടികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മാത്രമല്ല 100 ഒരുപക്ഷെ 1000-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളും പല അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായി MBBS മറ്റുമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. പല വർഷങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയുണ്ട്. നമുക്കറിയാം മറ്റൊരു രാജ്യമാണ്. മാത്രമല്ല തദ്ദേശീയരാണ് ആക്രമണം നടന്നത്. എന്താണെന്ന് നോക്കാതെ വിദേശ വിദ്യാർത്ഥികൾ ആരെ കണ്ടാലും മർദ്ദിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കിർഗിസ്ഥാനിലെ ബിഷേക്കിലുള്ളത്. ഒരുപക്ഷെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെയും ഈ സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അടിയന്തരമായ ഇടപെടൽ വേണം. കഴിഞ്ഞ മെയ് 13-നാണെന്നാണ് ഓർമ്മ, ഇത്തരത്തിലൊരു വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. അതായത് അവിടെയുള്ള ഈജിപ്ഷ്യൻ വിദ്യാർത്ഥികളും പ്രാദേശിക അവിടെ തന്നെയുള്ള വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു തർക്കമൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ടായിരിക്കും അല്ലെ ഇപ്പോൾ ഈ വലിയ രീതിയിൽ ഈ തദ്ദേശീയരായ ആളുകൾ ഈ പുറത്തുനിന്ന് വന്ന വിദേശ വിദ്യാർത്ഥികളെയൊക്കെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ആക്രമണമൊക്കെ അഴിച്ചുവിടുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം അതാണ്. 13-ാം തീയതി ഈജിപ്ഷ്യൻ വിദ്യാർത്ഥികളും അവിടുത്തെ തദ്ദേശീയ വിദ്യാർത്ഥികളും ഒരു കോളേജിൽ ആക്രമണം ഉണ്ടായി. അത് സംബന്ധിച്ചുള്ള ചില വീഡിയോസ് വന്നു. അതേസമയം ഇതിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ മലയാള വിദ്യാർത്ഥികളോ ഒന്നും തന്നെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളൊന്നും തന്നെ ഇതിൽ പങ്കാളികളായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു ക്യാമ്പസ് ഉണ്ടായിരുന്ന അക്രമമായിരുന്നു. അതേസമയം അക്രമത്തിനിരയായതല്ലേ അവർ തമ്മിൽ സംഘർഷം ഉണ്ടായത് ഒരു തദ്ദേശ വിദ്യാർത്ഥികളുമായിട്ടായിരുന്നു സംഘർഷം ഉണ്ടായത്. ഉടൻ തന്നെ അവർ ആ വീഡിയോകൾ വലിയ തോതിൽ പ്രചരിക്കുകയും തദ്ദേശ വിദ്യാർത്ഥികൾ മറ്റു ആൾക്കാരെ ഇക്കാര്യം അറിയിക്കുകയൊക്കെ ചെയ്തതിനെ തുടർന്ന് അവിടുത്തെ തദ്ദേശീയരായ ആൾക്കാർ, യുവാക്കളും മറ്റുമൊക്കെ വലിയ തോതിൽ വിദേശ വിദ്യാർത്ഥികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തുകയും അവിടെ വീടുകളിലേക്കും ഹോസ്റ്റലിലേക്കും കയറി മാരകമായി വിദ്യാർത്ഥികളെ ആക്രമിക്കുകയും ചെയ്യുന്ന വലിയ ഭീതികരമായ ഒരു വാർത്തയാണ് ശരിക്കും കിർഗിസ്ഥാനിലെ തലസ്ഥാനമായ ബിഷേക്കിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷേക്കിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നേരെ തദ്ദേശീയരുടെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഹോസ്റ്റലുകളിൽ കയറി തദ്ദേശീയർ വിദേശ വിദ്യാർത്ഥികളെ ആക്രമിക്കുകയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.